ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി ശബരിമലയിൽ തങ്ക സൂര്യോദയം. രത്നം ചാർത്തിയ നിൻ തിരുമാറിൽ ദശപുഷ്പങ്ങളണിയും നിൻ തിരുമുടിയിൽ അയ്യപ്പ തൃപ്പാദ പത്മങ്ങളിൽ ഈ നെയ്യഭിഷേകമൊരു പുണ്യദർശനം ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ ശബരിമലയിൽ തങ്ക സൂര്യോദയം. മല്ലിക പൂമ്പനി നീരഭിഷേകം ഭക്തമാനസ പൂന്തേനുറവാലഭിഷേകം നിറച്ച പഞ്ചാമൃതത്താൽ അഭിഷേകം ശുദ്ധ കളഭചന്ദനങ്ങളാൽ അഭിഷേകം ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ ശബരിമലയിൽ തങ്ക സൂര്യോദയം. നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം ശുദ്ധ കളഭചന്ദനങ്ങളാൽ അഭിഷേകം ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പോ ശരണമയ്യപ്പോ. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. അജൽ സൂപ്പർ, നല്ല സോങ് സെലക്ഷൻ. ചോദിക്കാം നമുക്ക്. ചോദിക്കാം. MD സർ. അജല കുജല സാർ. ആഹാ, മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. കാരണം രണ്ടുപേരും അമ്പലത്തിൽ പോകാത്ത ആൾക്കാരാണ്. ആരൊക്കെയാണ് പറയുക? വയലാർ സാർ. അറിയാല്ലേ?
അറിയാം സാർ. ഇത്രയും ഭക്തി നിർഭരമായിട്ടുള്ളൊരു പാട്ട് എനിക്ക് അയ്യപ്പനെ കുറിച്ചുള്ള ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. ഉണ്ട്, എന്നാലും ഇത് ഒരു രക്ഷയില്ല. അവിടെ പോവാതെ തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്ന കാണുമ്പോഴേ അതിശയം തോന്നും നമുക്ക്. ഇപ്പോൾ രണ്ടുപേരും അവിടെ പോയിട്ടില്ല. രണ്ടുപേരും കൂടെ ചെയ്തു വെച്ചിരിക്കുന്ന പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് 2 വർഷം താമസിച്ചിട്ട് വന്ന് എഴുതിയതാണെന്ന് തോന്നുന്നു പാട്ടൊക്കെ ചെയ്ത്. എന്തായാലും മോൻ പാടിയത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ, അത്രേ ഉള്ളൂ. കാരണം എന്ത് പറ്റി, എനിക്ക് നല്ല സ്ട്രെയിനും പനിയും പോലെ ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് ശ്രുതി എനിക്ക് അതാണ് ചേരുന്നില്ലായിരുന്നു. ഞാൻ പറയാം, അത് മതി. കാരണം പാടിയ ആൾ തന്നെ പറയുമ്പോഴത്തേക്ക് അതാണൊരു വലിയ ക്വാളിറ്റി. ഇപ്പം ഞാനൊരു പാട്ട് പാടിയിട്ട് അല്ലെങ്കിൽ ഒരു 4 വരി പാടിയിട്ട് ഇത് മ്യൂസിക് ഡയറക്ടർ പറയാണ് ശരിയായോ എന്ന് ചോദിച്ചാൽ ശരിയാ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാ. ഞാൻ എൻ്റെ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ പ്രാപ്തനാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ എന്നിലുള്ള ക്വാളിറ്റി. ഇപ്പം മോൻ പറഞ്ഞത് അത് തന്നെയാണ്, ദാറ്റ്സ് യുവർ ക്വാളിറ്റി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പിന്നെ സസ്റ്റെയിൻ ഒക്കെ നിർത്തുന്നത്. അപ്പോൾ എന്തായാലും മോന് ഇന്ന് പാടി ഒപ്പിച്ചു എന്നുള്ളൂ. ഓക്കെ, എന്നാലും ശബ്ദമൊക്കെ നോക്കിയുള്ള അടുത്ത പ്രാവശ്യം വരുമ്പോൾ കലക്കണം. ഓക്കെ സാർ, ഗുഡ് ലക്ക്. താങ്ക് യു സർ. ശരത് സർ. എടാ ചക്കരയാ അജലേ മുത്തേ, ഉഗ്രം പാട്ടടാ, എന്താ ഐശ്വര്യ പാട്ട്. ചക്കരേ സാർ, സത്യം നിനക്ക് ആരാ ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നത്? ഞാൻ തന്നെ സാർ. വെരി ഗുഡ്, അതിൽ നീ വിജയിച്ചിരിക്കുന്നു. താങ്ക് യു സാർ. പാടിയത് അത് നിനക്കൊരു വയ്യായികയും, നിനക്ക് ഈ അയ്യപ്പാന്നൊക്കെ നമ്മൾ തുറന്ന അവിടെ ഇത് രഹസ്യം പറയുന്നതാണ്. അയ്യപ്പ ഒരു കാര്യം ഞാൻ വിട്ടുപോയി എന്താ പറയുന്നത് സാർ, എനിക്ക് മേളിൽ നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അത് തോന്നിയടാ, അത് അതുകൊണ്ടാണ് മാക്സിമം അത് വെള്ളി വീണോണ്ടിരിക്കാൻ കുറച്ച് മുമ്പ്. അപ്പൊ ഞാനിങ്ങനെ അത് വെള്ളിയെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, അത് പോട്ടെ, അത് ആക്സിഡന്റ് അല്ല, അത് ഒന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കുറച്ച് തുറന്ന് പാടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് വേറെയാണ്, അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. ഓക്കെ സാർ. ഈ ശബരിമലയിൽ ഒന്ന് തുടങ്ങി തരുമോ? ശബരിമലയിൽ അത് എപ്പോഴും ഉണ്ട്, അത് നീ അത് പാടിയിട്ടേ ഇല്ല. ശബരിമലയിൽ തങ്ക സൂര്യോദയം. അതൊക്കെ അതുപോലെ പിന്നെ കുറച്ച് ശ്രുതി ചേരായിക അവിടെ ഇവിടെ നിന്റെ ഈ ശാരീരിക പ്രോബ്ലം കൊണ്ടുള്ളതാണ്. അടുത്ത് കുറച്ച് എന്താ തുറന്നു വിളിക്കേണ്ട അയ്യപ്പാന്ന് അപ്പം വിളിക്കുമ്പോൾ അയ്യപ്പ എന്ന് വിളിച്ചാൽ അയ്യപ്പ ഉറങ്ങിപ്പോയിട്ടിരുന്നു കേട്ടോ. അത് അങ്ങനെ തന്നെ പാടുമ്പോഴേ അതിനൊരു ആ ഒരു വൈബ് കിട്ടുന്ന. സ്വാമിയേ ശരണമയ്യപ്പ എന്നല്ലേ, സ്വാമിയേ ശരണമയ്യപ്പ അങ്ങനെ ആരെങ്കിലും ശരണം പിടിച്ച് കേട്ടിട്ടില്ല. അപ്പം അതങ്ങനെ വിളിക്കണം, ആ കാട് ഉണരണം എന്നാണ് പറയുന്നത്, ശരണം വിളി എന്നുള്ളത്. അത് എന്ത് രസമാണ്. ഇപ്പം ശബരിമല പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട് സാർ. കാര്യം അവിടെ ഉള്ള പാറു, നീ പോയിട്ടുണ്ടോ? ഓ നോ, 2 times. ശരി, പാറുവിൻ്റെ അടുത്തൊരു ചോദ്യം. ഹരിവരാസനം പാടിയാണ് അയ്യപ്പനെ ഉറക്കുന്നത്. അത് എഴുതിയത് ആരാണ്? നമുക്കിവിടെ സംഗീതം ചെയ്ത ആരാണെന്ന് അറിയാം. ആരാണ് അജലേ? ഇത് നമ്മൾക്ക് ദേവരാജ മാഷാണ് സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം പാറുവിലേക്കാണ്. അതിൻ്റെ രചന നിർവഹിച്ചത് ആരാണ്? ഹരിഹര സൂക്താഷ്ടകം, അതിൽ നിന്നെടുത്താണ് ഇത്. അത് ആരാണ് എഴുതിയത്? കാര്യം ആർക്കും ചിലർക്കൊന്നും അറിഞ്ഞുകൂടാ ഇത്. എനിക്കും അത് നമുക്ക് ഈ അടുത്താണ് ഞാനും അറിയുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. കമ്പംകുടി കുളത്തൂർ ശ്രീനിവാസ അയ്യർ, അദ്ദേഹമാണ് അത് രചിച്ചത്. ശ്രീനിവാസ അയ്യർ എന്ന് ചുരുക്കത്തിൽ അദ്ദേഹത്തെ അങ്ങനെ പറയും. പക്ഷെ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. നമുക്കത് എന്തുമാത്രം ഒരു മഹത്തരമായ ഒരു രചനയല്ലേ. അപ്പോൾ അത് നമ്മൾ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ചക്കരെ ഇത് അത്ര അങ്ങോട്ട് ഓക്കെ. താങ്ക് യു സർ. ചേച്ചി അജൽ, ഞാനും ഇങ്ങനെ ആലോചിച്ചു എന്താണ് അജലിന് പറ്റിയത്. ഇതിൽ ശ്രുതിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലാറ്റായി പോകുന്നുണ്ടായിരുന്നു. അപ്പം അത് അജൽ തന്നെ പറഞ്ഞത് കൊണ്ട് മനസ്സിലായി വയ്യായികയാണ്, ശ്രുതി ചേരാനൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നുള്ളത്. അല്ലാതെ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ, ഉഗ്രം പാട്ട് എഴുതിയതായാലും പാട്ടായാലും ആഹാ മനോഹരം. പിന്നെ ആരാ പാടിയത്? സാർ. ആ ശബ്ദം ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. അത്ര മനോഹരമായൊരു ശബ്ദം. മോനെ, ഞാൻ എക്സ്പെക്ട് ചെയ്തു അജൽ കുറച്ചുകൂടി പറ്റും പാടാൻ എന്നുള്ളത്. പക്ഷെ ഇന്ന് വയ്യായിക കൊണ്ടാണ് സംഭവിച്ചെന്ന് മനസ്സിലായി. പക്ഷെ എന്തായാലും ശബ്ദമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യൂ, നന്നാവട്ടെ, ഇനിയും ഭംഗിയായി പാടാൻ സാധിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക
അജലേ, സാർ. പറയേണ്ടത് എല്ലാം ഇവർ പറഞ്ഞു. ഇപ്പം എന്തായാലും അടുത്ത തവണ നോക്കാം. ഓക്കെ സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ശരത്. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ശരത് സർ 8.6 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സർ. MG സർ 8.6. താങ്ക് യു സാർ. ചേച്ചി. താങ്ക് യു മാം. Okay, so total 17.2. Okay.